രാജ്യത്താകമാനം മാതൃകയാകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. കേരളത്തെ ഒരു ക്ഷേമ സമൂഹമാക്കി മാറ്റാനാണ് സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന BJP കേരളത്തോട് കാണിക്കുന്ന സമീപനം തികച്ചും വ്യത്യസ്തമാണ്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം പോലും നിഷേധിച്ച് സാമ്പത്തികമായി ഞെരുക്കുകയാണ്. വിഹിതം നിഷേധിക്കുന്നത് മാത്രമല്ല, കടമെടുപ്പും വെട്ടിച്ചുരുക്കുകയുമാണ്. കിഫ്ബി പോലുള്ള പ്രത്യേക ഉദ്ദേശത്തോടെയുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പയും ട്രഷറി നിക്ഷേപങ്ങൾ പോലും വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി. 2021-22 മുതൽ കടമെടുപ്പ് മുൻകാല പ്രാബല്യത്തോടെ കേന്ദ്രം വെട്ടിക്കുറച്ചു. എല്ലാ സംസ്ഥാനങ്ങളുടെയും ശരാശരി റവന്യൂ വരുമാനത്തിന്റെ 57% തനത് വരുമാനവും 43% കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള കൈമാറ്റവുമാണ്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് തനത് വരുമാനം 73%, കേന്ദ്ര വിഹിതം 27% മാത്രമാണ്. നടപ്പ് സാമ്പത്തിക വർഷം കേന്ദ്ര വിഹിതം വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന കേരളത്തിന്റെ ദേശീയോത്സവമാണ് ഓണം. എല്ലാവർക്കും അല്ലലില്ലാതെ ഓണം ആഘോഷിക്കാൻ സാധ്യമായ എല്ലാം ചെയ്യുക എന്നതാണ് സംസ്ഥാനത്തിന്റെ സവിശേഷത. ഈ ഓണക്കാലത്തും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആശ്വാസം എത്തിക്കാൻ LDF സർക്കാർ വലിയ മുൻഗണനയാണ് നൽകുന്നത്. 64 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷനും 6 ലക്ഷം പേർക്ക് ഓണക്കിറ്റും നൽകും. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പൊതുവിതരണ സഹകരണ വകുപ്പുകൾ ഓണം സൂപ്പർ മാർക്കറ്റുകളും ഓണച്ചന്തകളും ആരംഭിച്ചിരിക്കുന്നു. കൃഷി വകുപ്പും കുടുംബശ്രീയും പച്ചക്കറി വിപണന രംഗത്ത് സജീവമായി ഇടപെടുന്നു. അർഹതപ്പെട്ട സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്ക് ബോണസും ഓണം അലവൻസും അനുവദിക്കും. ഓണച്ചെലവുകളുമായി ബന്ധപ്പെട്ട് വൻ തുകയാണ് സർക്കാരിനെ കണ്ടെത്തേണ്ടത്. ഈ ബാധ്യത നേരിടാനായി വിവിധ ഇടങ്ങളിലെ കുടിശ്ശിക അനുവദിക്കാനും അംഗീകരിച്ച വായ്പ എടുക്കുവാൻ അനുമതി പത്രം നൽകണമെന്നാവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ പ്രത്യേക നിവേദനം നൽകിയിരുന്നു. കേരളത്തിന്റെ ആവശ്യങ്ങളിൽ അനുകൂലമായ തീരുമാനമെടുക്കാതെ ഓണത്തോടനുബന്ധിച്ച് അർഹതപ്പെട്ടവർക്ക് സഹായങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നത് തടസ്സപ്പെടുത്താനാണ് കേന്ദ്രം ഭരിക്കുന്ന മോഡി സർക്കാർ ശ്രമിക്കുന്നത്. നവകേരളം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് പ്രധാന വെല്ലുവിളിയാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയസമീപനങ്ങളാണ്. സംസ്ഥാനത്തിന്റെ ന്യായമായ അവകാശങ്ങൾ കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കാൻ മാത്രമാണ് വാ തുറക്കാറുള്ളൂ. എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും മലയാളിയുടെ ദേശീയോത്സവമായ ഓണം അല്ലലില്ലാതെ ആഘോഷിക്കാൻ സാധ്യമായ എല്ലാം ചെയ്യുകയാണ് കേരളം ഭരിക്കുന്ന LDF സർക്കാർ.